ഏയ് സിഗ്നൽ പോയി വരുന്നുണ്ട്. എവിടെ സുഹേലേ? ഇതാരാ? അവൻ മുന്നേ കണ്ടിട്ടുണ്ടോ? വണ്ടി പോയില്ല. ഇൻഫ്ലുവൻസർ അല്ലേ? അവൻ ഇൻസ്റ്റയിൽ ഫുള്ള് മക്കളാണ്. ഓലക്കാണ് നിങ്ങൾക്ക് ഓനെ ശരിക്കും അറിയാത്തോണ്ടാ. ഓനെ ശരിക്കും അറിഞ്ഞൊന്നും പറയില്ല. അല്ല ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോറി ഇപ്പം എന്താ മനസ്സിലായി? അല്ല ഇപ്പൊ ഇൻസ്റ്റയിൽ ഫുള്ള് കളിയാണല്ലോ. മക്കളിപ്പം വീഡിയോ എടുക്കണ ചില്ലിങ് പരിപാടിയല്ലേ. വീഡിയോ എടുത്ത് വെച്ചെന്താ കളി ഉണ്ടാവല്ലേ. എന്റെ കളി? ഞങ്ങൾക്കൊരു വിചാരമുണ്ട്, ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ കുറച്ച് വീഡിയോ എടുത്ത് എല്ലാരും പെണ്ണുപിടിയന്മാരും കള്ളുപിടിയന്മാരൊക്കെയാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്നാ മാറുക? അങ്ങനല്ല മച്ചാ, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം. എന്ത് ഫ്രണ്ട്ഷിപ്പ്? എല്ലാരും ഇതിനൊക്കെ തന്നെ ഫ്രണ്ട്ഷിപ്പ്. ആളെ നമുക്കറിയാം. അവൻ പണ്ട് 10 വരെ നമ്മളെ സീനിയർ ആയിരുന്നു. പിന്നെ പണ്ടേ അങ്ങനെ ആരോടും മുണ്ടൂല. പിന്നെ പഠിക്കാനായിട്ട് സ്കൂൾ കയറില്ല, വീട്ടിലൊക്കെ. ചെക്കൻ +2 പഠിക്കുമ്പോ നമ്മളെ കൂടെ കാറ്ററിംഗ് ഫീൽഡിൽ ഉണ്ടായിനി. ഇപ്പൊ അവന് ഉഷാറായി പോയി, വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 5-6 വർഷമായിട്ട് ബ്രോക്കൂടെ എനിക്ക് കണ്ട് പരിചയമുണ്ട്. ഞാൻ കൂടുതലായി കണ്ടത് കാറ്ററിംഗ് ഫീൽഡിൽ നിന്നാണ്. +2 ശേഷം അവൻ കാറ്ററിംഗ് സ്ഥിരമായിട്ട് ഒരു 1 ഇയറോളം കാറ്ററിംഗിനായിട്ട് സ്ഥിരമായിട്ട് നിന്നു. പിന്നെ ആ പൈസ കൊണ്ടാണ് അവൻ പിന്നെ PGയും ഡിഗ്രിയും എല്ലാം ചെയ്തത്. അതിനുശേഷം ആളൊരു പാവമാണ്, എന്താ പറയാ, ഒരു നിഷ്പായ ഒരു പാവ മനുഷ്യരാണ്. സിഗ്നൽ അടിച്ചെടുക്കണ്ടല്ലോ, ശരിക്കും കമ്മിറ്റഡ് അല്ലേ? കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ സ്റ്റോറി അല്ലേ പ്രോക്കുട്ട് നമ്മളെ കോളേജിൽ തന്നെ പഠിച്ചത്. ആള് ഇങ്ങനെ ഇൻട്രോവേർട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പത്തെ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ തന്നെ തുള്ളിച്ചാടി ഇൻട്രോവേർട്ട് ആയിട്ടല്ലേ. ആ ടൈമില് ചുറ്റിക്കളി അങ്ങനെയൊന്നുമില്ല ആള്. പിന്നെ നമ്മള് കൊറോണന്റെ ഏകദേശം കോളേജിന്റെ ഒരു 80% കൊറോണ ഉണ്ടായി. ഞാൻ അവനായിട്ട് കോണ്ടാക്ട് ഉള്ളത് ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ പഠിച്ചത്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതി കൂട്ടുകാരെ, ഒരു കല്യാണം കഴിക്കണ്ട. ഇവനൊക്കെ എന്താ കെട്ടുന്ന ആവശ്യമാണ്? ഇവനെ എന്താ ലാഭം ഉണ്ടാവും? ഇപ്പൊ എനിക്ക് പ്രേമാണോ? എനിക്കൊരു മണ്ണാങ്കട്ടിയില്ല, എനിക്കൊന്ന് തെറ്റാവൂ, നോക്കിക്കോ. ഇതുവരെ ഇല്ലാന്നല്ലേ ഉള്ളൂ. സെറ്റാവൂല. അല്ല മോനെ, എനിക്ക് ഇതുവരെ പ്രേമൊന്നും ഉണ്ടായിട്ടില്ല. ഇവനൊക്കെ വെറുതെ പറയണേ, ഇവനൊക്കെ ഉണ്ടാവാതിരിക്കേ. അപ്പൊ സീരിയസ്ലി എനിക്ക് അഫയർ ഒന്നും ഉണ്ടായില്ലട്ടാ. അല്ലെങ്കിലും എറിയാൻ അറിഞ്ഞതിനൊക്കെ വലിയ പ്രശ്നം. അതിന് തല്ലുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുണ്ടെന്ന് പോയി പറഞ്ഞോളൂ. എനിക്ക് ക്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പോയി പറഞ്ഞോ. എന്നോടൊക്കെ എല്ലാവരും എസ്സേ പറയുള്ളൂ. വെറുതെ അവനെ പോയിക്കാൻ ടോപ്പാക്കാൻ നിൽക്കണ്ട, ചെക്കൻ പോയി പറയട്ടാ. ആ പറയും. എന്തേ പിന്നെ അനക്ക് മാത്രം അവിടെ അങ്ങനെ നടന്നാ പറഞ്ഞു? പറഞ്ഞിട്ട് തന്നെ കാര്യം. കോളേജ് വരെയുള്ള അവസ്ഥ. കൊറോണ ഒന്ന് വീട്ടിൽ ഇറങ്ങാതായി. അങ്ങനെയാണ് ബ്ലോക്കിലുള്ള ചാനലൊക്കെ ഉണ്ടാവും. ഓക്കെ ഡിയർ, ഐ വിൽ കോൾ യു ബാക്ക്. പിന്നെ ഇന്നെക്കാട്ടും കൂടുതൽ അറിയുന്നത് എനിക്കാണ്. ഒരു സ്ഥിരമായിട്ട് പോയതല്ലേ. ലാസ്റ്റ് ഇയർ ഡിസംബറിലാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു കൈഡ് മെയിനായിട്ട്. ബ്രോ റിയലി സോറി കേട്ടോ, ഞാൻ പറയില്ലേ. എന്റെ സ്റ്റോറിയാണ് ഈ കേട്ടെന്ന് എനിക്കറിയില്ല. എന്റെ സ്റ്റോറിയാണ് വെറുതെ പുറത്തുള്ളവരൊക്കെ പോയി വെറുതെ അന്വേഷിക്കാൻ ആവശ്യം. ബ്രോക്കുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എങ്ങനെ പറയാ, നമ്മളെ നാട്ടുകാരനാണ് ആള്. നമ്മളെ കൂട്ടത്തിലാണ് അവൻ ഫസ്റ്റ് ജോലിക്ക് വന്നാ തോന്നണത്. നമ്മളെ കൂട്ടത്തില് കാലങ്ങളോളം ഉണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ പറയാം, എന്റെ കൂടെ ഞാനാണ് അവനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് വരെ എനിക്ക് പറയാൻ പറ്റും. അത്രയും എനിക്ക് ഗ്യാരണ്ടി ഉള്ള ആളാണ്. എന്താ പറയാ, ആള് സെറ്റാണ്. പിന്നെ എന്താ പറയാ, ഇപ്പൊ അവനൊരു ബ്രോക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മള് വൈറ്റ് ഹൗസിലേക്ക് പോയാല് ഫാൻസുകാരാണ്. ബ്രോക്കുട്ടൻ എങ്ങനെ അറിയാന്ന് നയിക്കണത്. നമുക്ക് ബ്രോക്കുട്ടനെ നമ്മുടെ നാട്ടുകാരിലേക്ക് നമുക്ക് വില കുറവാണെങ്കിലും പുറത്ത് ബ്രോക്കുട്ടൻ എന്ന് പറഞ്ഞാല് പൊളിയാണ്. ചില നമ്മളെ വൈഫിന്റെ ബാക്കിയായി ചോദിക്കണം, ബ്രോക്കുട്ടൻ നിങ്ങൾക്ക് അറിയോ എന്നാ ചോദിക്കണത്. അപ്പൊ ആ ചോദ്യത്തിന് നമുക്ക് അറിയാം ബ്രോക്കുട്ടന്റെ വില എന്താന്നുള്ളത്. സംഭവം ആള് തെറ്റാണ്, അടിപൊളിയാണ്. കാറ്ററിംഗിന്റെ ആയിരുന്നു അവനെ ജോലിക്ക് വന്നിരുന്നു. കാറ്ററിംഗില് കുഴപ്പമില്ല, കുറെ കാലൊക്കെ ഒരു 1-2 വർഷത്തോളൊക്കെ അതിന്റെ കൂടെ കയറി വന്നിട്ടുണ്ടാവും. പിന്നെ അവന് ടിക്ടോക്ക് ഒക്കെ വൈറലായ സമയത്താണ് അവന് റീൽസും കാര്യമായിട്ട് ഇങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് മാറിയത്. എന്നാലും ആ സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് പെട്ടെന്ന് ആ ഫീൽഡിൽ ടച്ചായി ഭയങ്കര വൈറലായി, ആള് സെറ്റായി. ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ബ്രോക്കുട്ടനായി മാറി. അവന് വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്ന ഒരാളായിരുന്നു. അവന് +2 ആ സമയത്ത് തോന്നുന്നു. പക്ഷെ തങ്ങൾക്ക് അവന് വീട്ടിൽ ഒതുങ്ങി കൂടി ഇങ്ങനെ ആരോടും വലിയ ബന്ധങ്ങളില്ലാതെ കഴിഞ്ഞു പോയിട്ട് ഒരാളാണ്. എനിക്ക് പറയാം, ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ മാതിരി തന്നെ നമുക്ക് പറയാം, അവന് ഫീൽഡിലേക്ക് ഇറക്കി വിടുന്നതും ആളുകളടിക്ക് ഇറക്കി വിടുന്നതും നമ്മളാണ്, ഞാൻ തന്നെയാണ്. അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ കാറ്ററിംഗ് ഫീൽഡിലേക്കാണ് അവനെ ആദ്യം ജോലിക്ക് വന്നിട്ടുള്ളത്. തെറ്റാണ്, ആ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതാണ്.
ഇപ്പോ നാലാൾ അറിയുമ്പോൾ നമുക്ക് അതിനുള്ള അഭിമാനം നമുക്കുണ്ട്. ഏതായാലും ഓനെ ഉയർന്നു വന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ. മാതിരി ഒന്നല്ല ആള്. ആള് ടോട്ടലി ഡിഫറെന്റ് ആണ്. ആള് ഗ്രാമിലൊന്നും പറ്റാറില്ല. ബ്രേക്കപ്പ് ഒന്നല്ല, വേറെ